പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യം. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. ക്രിസ്തു നൽകലിൻ്റെ ദൈവമായിരുന്നു. ക്രിസ്തു യേശുവായി ഈ മനുഷ്യപുത്രനായി ഭൂമിയിൽ വസിച്ച കാലമത്രയും മറ്റുള്ളവർക്കെല്ലാം നൽകിക്കൊണ്ടാണ് അവൻ കടന്നുപോയത്. അവൻ രോഗികളുടെ രോഗങ്ങൾ മാറ്റിക്കൊടുത്തു, മരിച്ചവരെ ഉയിർപ്പിച്ചു, മനുഷ്യർക്കെല്ലാം സുവിശേഷം പകർന്നു കൊടുത്തു, സമാധാനം നൽകി, അവസാനം സ്വന്തം ജീവൻ വരെ ഈ മനുഷ്യമക്കൾക്ക് ആയി കുരിശിൽ അർപ്പിച്ചുകൊണ്ട് അവൻ കടന്നുപോയി. അവൻ പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാലും ഞാൻ അവിടെ നിന്ന് പരിശുദ്ധാരൂപിയെ നിങ്ങളിലേക്ക് അയക്കും. അവനൊരു നൽകലിൻ്റെ ദൈവമാണ്. ക്രിസ്തു ഒന്നും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. ആകെ കൂടി ആവശ്യപ്പെടുന്നത് പശ്ചാത്താപം. അങ്ങനെയുള്ള ഒരു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്തു അനുയായികൾ നൽകുന്നതിൽ ഉദാരത ഉള്ളവരായിരിക്കണം. വീണ്ടും വിശുദ്ധ പൗലോസ് കൊറിന്താസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2 കൊറിന്തോസ് 9-ാം അധ്യായം 7-ാം വാക്യം, ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷത്തോടെ നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ഓരോരുത്തരും സ്വന്തം തീരുമാനമനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈവിധ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ ഓരോരുത്തരുടെ നിർബന്ധമൊക്കെ കേട്ട്, അല്ലെങ്കിൽ ഭീഷണി കേട്ട്, അല്ലെങ്കിൽ കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നൊക്കെ കരുതി നമ്മൾ ദാനം കൊടുക്കരുത്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച 2 വചനങ്ങൾ, നിന്നെപ്പോലെ നിൻ്റെ ദൈവമായ കർത്താവിനെ, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. നമ്മൾ നമ്മുടെ അയൽക്കാരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ നൽകലിൻ്റെ ഒരു ചിന്ത നമ്മളിൽ കടന്നു വരും. കിട്ടുന്നതിൻ്റെ അല്ല, നൽകുന്നതിൻ്റെ ഒരു ചിന്ത. നമുക്ക് എപ്രകാരം നൽകാൻ സാധിക്കും? അത് പണമായിട്ടല്ല, സമയമായിട്ടായിരിക്കാം, നമ്മുടെ അറിവ് പകർന്നു കൊടുത്തുകൊണ്ടായിരിക്കാം, വചനം ഷെയർ ചെയ്തുകൊണ്ടായിരിക്കാം. അവർക്ക് ആവശ്യമുള്ളത് എന്താണ് നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുക എന്ന ഒരു ചിന്തയായിരിക്കും നമ്മുടെ ഉള്ളിൽ. നമ്മൾ അതിനു വേണ്ടി നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കതൊരു ഭാരമല്ല, അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമുക്കുള്ളതെല്ലാം കർത്താവിൽ നിന്ന് ദാനമായി ലഭിച്ചിട്ടുള്ളതാണ്. അതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കേണ്ടിയിരിക്കുന്നു. അതും സന്തോഷത്തോടെ കൊടുക്കേണ്ടിയിരിക്കുന്നു.
ഇപ്പം എന്നെ സംബന്ധിച്ചൊക്കെ ആരെങ്കിലും എന്നോട് ഏഹ്, പൈസ കൊടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും കൊടുക്കില്ല. എൻ്റെ ഉള്ളിൽ പെട്ടെന്നൊരു റെസിസ്റ്റൻസ് എൻ്റെ ഉള്ളിൽ വരും. കാരണം ഇപ്പോൾ ഈ ഒത്തിരി ഈ സുമനസ്സുകളുടെ ഒക്കെ കാലമാണ്. എല്ലാവർക്കും 50 ലക്ഷം രൂപയും 1 കോടി രൂപയും ഒക്കെയാണ് ചികിത്സയ്ക്ക് ആവശ്യം. ഈ സുമനസ്സുകൾ എന്ന് പറയുമ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ അവർ അവരുടെ കയ്യിൽ നിന്നൊന്നും ഇടുകയില്ല, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അവരൊരു ഏജൻറ്റ് പോലെ ആക്ട് ചെയ്ത് ഒക്കെ അങ്ങനെയുള്ള ഒരു സിസ്റ്റം, അത് എന്തുകൊണ്ടും എനിക്കത് അത് ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം ക്രിസ്തു എന്നിൽ വസിക്കുന്നത് കൊണ്ട് ചില കേസുകളിൽ അനുകമ്പ ആ, അനുകമ്പ എന്ന വികാരം എന്നെ കീഴ്പ്പെടുത്തും. ചില സിറ്റുവേഷനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ചിന്ത എന്നെ ഗ്രസിച്ചു കളയും. അത് കർത്താവിൽ നിന്ന് വരുന്ന ഒരു ചിന്തയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് പറ്റുന്നത് നമ്മൾക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാക്ഷിക്കേണ്ടത് പരിശുദ്ധാത്മാവിലുള്ള നിറവാണ്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്നവനെ നൽകുന്തോറും അവന് സന്തോഷം കൂടിക്കൂടി വരും. അതേസമയം നൽകുന്തോറും അവൻ എന്താണോ നൽകുന്നത് അതിൻ്റെ 10 ഇരട്ടി അവനിലേക്ക് കടന്നു വരികയും ചെയ്യും. ഇങ്ങനെ ഇത് എനിക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജീവിതത്തിൽ. നമ്മൾ നല്ല മനസ്സോടെ, അനുകമ്പയോടെ, സന്തോഷത്തോടെ ക്രിസ്തുവിന് സേവ ചെയ്യുന്ന അതേ മനോഭാവത്തോടെ ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ അവ കൂടുതൽ കൂടുതൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ജീവിത അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതിനോട് ഞാൻ ചേർത്ത് വായിക്കുന്ന വേറൊരു വചനഭാഗം, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, എന്നിൽ ചേർന്ന് നിന്നാൽ നീ അനവധി ഫലം പുറപ്പെടുവിക്കും. അപ്പോൾ ക്രിസ്തു അനുയായികളെല്ലാം ശാഖകളാണ്, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ശാഖകളാണ്. ഈ ശാഖകളുടെ ഡ്യൂട്ടി എന്താണ്? ക്രിസ്തു എന്ന വൻമരത്തിൽ നിന്ന് കൃപ സ്വീകരിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിച്ച് ശാഖ അതെടുക്കുന്നില്ല, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ കൃപ ഈ ശാഖകളാകുന്ന നമ്മളിലൂടെ ഇങ്ങനെ അത് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്രകാരം ആ ജീവജലം നമ്മളിലൂടെ ഒഴുകുമ്പോൾ നമ്മൾ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും എന്തെന്നില്ലാത്ത ശക്തിയും എല്ലാം നമ്മൾ അനുഭവിക്കും. പക്ഷെ ഫലം നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാഖ ഫലം ഭക്ഷിക്കുന്നില്ല. അപ്പോൾ ക്രിസ്തു നമുക്ക് കണ്ടമാനം അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞിരിക്കുന്നു. അത് ആരോഗ്യമാകാം, വചനം മനസ്സിലാക്കുവാനുള്ള കഴിവാകാം, ധനമാകാം, അറിവാകാം, എന്ത് തന്നെ ആയിക്കോട്ടെ. അത് നമ്മുടെ അധികമായിട്ടുള്ളതെല്ലാം നമുക്ക് ഷെയർ ചെയ്യുവാനായിട്ടുള്ള ഒരു ആഹ്വാനം ക്രിസ്തു നമ്മൾക്ക് തരുന്നു. അതേസമയം തന്നെ ക്രിസ്തു നമ്മളോട് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറ്റിക്കപ്പെടരുത്. നിങ്ങൾ നിഷ്കളങ്കരായ എല്ലാവരെയും സ്നേഹിക്കാനൊക്കെ സേവിക്കാൻ നടന്നു കഴിഞ്ഞാൽ അവരെല്ലാം നിങ്ങളെ പറ്റിക്കും. അപ്പോൾ നമ്മൾ ഈ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ഭയങ്കര അലേർട്ടുമായിരിക്കണം. ഇത് ഇത് ജെനുവിൻ ആണോ, പറ്റിക്കൽ പരിപാടിയാണോ എന്നൊക്കെ നമ്മൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ വിശക്കുന്നവന് ഭക്ഷണമായിരിക്കും ആവശ്യം. ശരിക്കും അവന് വിശപ്പാണെങ്കിൽ ഭക്ഷണം കൊടുക്കണം, പൈസ അല്ല കൊടുക്കേണ്ടത്. രോഗമുള്ളവന്
പണമല്ല ആവശ്യം, അവന് മരുന്നാണ് ആവശ്യം, ഡോക്ടറിൻ്റെ ഫീസാണ് ആവശ്യം. അതാണ് കൊടുക്കേണ്ടത്. പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് ഇത് വളരെ സീക്രട്ടായിട്ട് ചെയ്യുക. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ പോലും അറിയുവാൻ സാധിക്കുകയില്ല. പ്രകാരം നമ്മൾ വർത്തിക്കുമ്പോൾ കർത്താവ് കൈയഴിഞ്ഞ് നമ്മളെ സഹായിക്കും. നമ്മൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. നമുക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിൻ്റെ പ്രോമിസാണിത്. നമ്മൾ ഇപ്പോൾ അസീം പ്രേംജീനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വിപ്രോൻ്റെ ഒക്കെ ഹെഡ് വളരെ ഈസി ആയിട്ടാണ് പുള്ളി 1,00,000 കോടിയൊക്കെ എടുത്ത് ചിലവാക്കുന്നത് ചാരിറ്റിക്ക് വേണ്ടി. അതുകൊണ്ട് പുള്ളിക്ക് വല്ല കുറവുണ്ടോ? ഒരു കുറവുമില്ല. എന്നാൽ പുള്ളിയുടെ അടുത്ത് പോയി കുറച്ച് ചാരിറ്റിക്ക് പൈസ ചോദിച്ചാൽ തരുമോ? അതില്ല. പുള്ളിക്ക് പുള്ളിയുടേതായ പദ്ധതികളുണ്ട്, അതിനുള്ള ടീമുകളുണ്ട്. അത് വ്യക്തമായി ഇവാലുവേറ്റ് ചെയ്ത് പറ്റിക്കപ്പെടുകയില്ല, ജെനുവിനാണെന്ന് മനസ്സിലാക്കി ഒക്കെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് അനുകമ്പയോടെ, ക്രിസ്തുവിനാൽ പ്രചോദിതമായ അനുകമ്പയോടെ, ക്രിസ്തുവിനോടുള്ള നന്ദിയാൽ, ക്രിസ്തു നൽകിയ കഴിവുകളും ധനവും എല്ലാം ക്രിസ്തുവിനാൽ പ്രചോദിതമാകുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ, സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ, വിഷാദത്തോടെയും നിർബന്ധത്താലും ഒന്നുമല്ല, സ്വമേധയാ സന്തോഷത്തോടെ ഷെയർ ചെയ്ത് ജീവിക്കുവാൻ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തു അനുയായികൾ ആകുന്നത്. അതേസമയം നമ്മൾ വഞ്ചിതരാകാതെയും നമ്മൾ നോക്കണം. സുഭാഷിതങ്ങൾ 3:27 നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവന് നിഷേധിക്കരുത്. സുഭാഷിതങ്ങൾ 11:25 ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും, ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടും. ഈ ദാഹജലം കൊടുക്കാതെ അങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് കെട്ട ജലമായി മാറും. ഇല്ല, ഈ ജലത്തിനും എല്ലാത്തിനും ഇങ്ങനെ ഒരു ഫ്ലോ ഇല്ലെങ്കിൽ അതെല്ലാം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നശിച്ചു പോകും. അതുപോലെ 18:16 സമ്മാനം കൊടുക്കുന്നവന് വലിയവരുടെ അടുക്കൽ പ്രവേശനവും സ്ഥാനവും ലഭിക്കുന്നു. നമുക്ക് സ്ഥാനമൊന്നും വേണ്ട, പക്ഷേ ഒരു എളിമയുള്ള ഒരു ക്രിസ്തു അനുയായിയായി നമുക്ക് സാധിക്കുന്ന വിധത്തിൽ സമയമായിട്ടും പൈസയായിട്ടും അറിവായിട്ടും മറ്റുള്ള സർവീസുകളൊക്കെ ആയിട്ടും അങ്ങനെ പല രീതിയിൽ നമുക്ക് മറ്റുള്ളവരെ സേവിക്കാൻ സാധിക്കും. അപ്രകാരം അതും സന്തോഷത്തോടെ സ്വമേധയാ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ചെയ്യുവാൻ നമുക്ക് സാധ്യമാകട്ടെ. അതിൻ്റെ സന്തോഷവും അതിൻ്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുമാറാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.